രാവിലെ തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞതൊക്കെ നോക്കിയിട്ട് എത്ര പൂവൊക്കെ ഉണ്ടായി, ഏതൊക്കെ ചെടിയിൽ പൂവുണ്ടായി എന്നൊക്കെ നോക്കുന്നതും മുട്ട വരുന്നതൊക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലേ. അപ്പോൾ എനിക്കും അതുപോലെ തന്നെയാണ്. ഞാൻ രാവിലെ വന്നിട്ട് എല്ലാ പൂക്കളൊക്കെ നോക്കിയിട്ട് ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചീരയും പാവല് പിന്നെ മത്തൻ ഇതൊക്കെയാണ് കിട്ടിയത്. ഇതൊക്കെ നടന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം. പിന്നെ ഇത് നമ്മുടെ ഗാർഡനിലുണ്ടായ ചെത്തിപ്പൂവാണ്. അതിന് വേണ്ട വെള്ളവും വളമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. ഗാർഡൻ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുമെങ്കിലും നമ്മുടെ ശരീരത്തിന് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ വീട്ടിൽ കുറച്ച് വെജിറ്റബിൾ ഗാർഡനും കൂടി സെറ്റ് ചെയ്യണം. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി ചെടികളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ കുറേയൊക്കെ കിട്ടും, കുറേയൊക്കെ പോകും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കീടങ്ങളൊക്കെ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ നശിപ്പിക്കാറുണ്ട്. വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ പണ്ട് കാലത്തുണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെയാണ്. ഇത് ബാൽസം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരു റെഡ് കളറിലാണ്, ഒരു ചില്ലി റെഡ് കളറിലാണ് ഈ പൂവ്. പിന്നീട് നമ്മുടെ പണ്ടത്തെ നാടൻ ശംഖുപുഷ്പമാണ്. പലരും വെള്ളം തിളപ്പിച്ചിട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള ഡബിൾ പെറ്റഡ് ശംഖുപുഷ്പമൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട്. പക്ഷെ അതല്ല, ഈ ശംഖുപുഷ്പമാണ് കുടിക്കേണ്ടതെന്നാണ് സാധാരണ ഞാൻ കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ തക്കാളിയൊക്കെ ഞാൻ ഓരോന്നും ഓരോ കുഞ്ഞു കുഞ്ഞു പോട്ടിലാക്കി വെച്ചിരുന്നു. അപ്പം അതിലൊക്കെ ഒരു ചിത്രകീടം വന്നിട്ട് ആക്രമിക്കും. ചിത്രകീടം വന്ന് ആക്രമിക്കുമ്പോൾ ആ ഇലകൾ നമ്മളിതേപോലെ നുള്ളിക്കളഞ്ഞ് മാറ്റി വേറൊരു സ്ഥലത്ത് വെക്കണം. അപ്പോൾ ഇത് ചിത്രകീടം ആക്രമിച്ച ചെടികളെല്ലാം കൂടി ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഓരോ ദിവസവും വന്നിട്ട് നോക്കുമ്പോൾ ആക്രമിച്ചിട്ടുള്ള ഇലകൾ നുള്ളി കളയണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. എങ്കിലും ഇത് എത്രത്തോളം ഉള്ളിലോട്ടുണ്ടെന്ന് അറിയില്ല. ഇത് ഇലകളുടെ ഉള്ളിലാണ് ഇതിൻ്റെ ഇടങ്ങൾ വന്നിരുന്നിട്ട്. ഇപ്പം വേപ്പെണ്ണ മിശ്രിതമൊക്കെ തളിക്കാറുണ്ട്. അപ്പം വെള്ളീച്ചയാണ് ഇതിനെ എല്ലാത്തിനെയും പല ചെടികളിലേക്ക് ഇങ്ങനെ വ്യാപിപ്പിക്കും. പിന്നെ എൻ്റെ ഗാർഡനിലുള്ള ഇതേപോലുള്ള കുറച്ച് നാടൻ ചെമ്പരത്തി, ചെത്തി ഇങ്ങനെയുള്ളതാണ്. അത് നമുക്ക് അമ്പലത്തിലേക്ക് കൊടുക്കാനൊക്കെ ഇങ്ങനെയുള്ള പൂജയ്ക്ക് എടുക്കുന്ന പൂക്കളൊക്കെ ഞാൻ വെക്കാറുണ്ട്. രാവിലെ തന്നെ ബോറടിക്കുമ്പോൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ നോക്കി നടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം കിട്ടും. അപ്പോൾ ഇതൊരു പേരറിയാത്തൊരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ നമ്മുടെ ലെന്താനയാണിത്. ലെന്താന 2 കളറാണ് ഉള്ളത്. ഒരു വയലറ്റും ഉണ്ട്, അതിൽ പൂ വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ വളർന്ന് വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പാവലാണ്. പാവൽ നടുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാവൽ കുപ്പിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കുപ്പിയിലിടുമ്പോഴത്തേക്ക് നമുക്ക് കീടങ്ങളുടെ ആക്രമണം ഇല്ലാതെ നല്ല ഇതായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ കുപ്പിയുടെ മേളിൽ കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് പിന്നെ അടുത്ത കായ ഉണ്ടാകുമ്പോൾ അതിൽ ഈ കുപ്പി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഇന്നുണ്ടായിരിക്കുന്നത് ഒരെണ്ണമാണ്. അപ്പം നമുക്ക് ഇനിയും കായ്ക്ക് വലുതായി വരുന്നുണ്ട്. അപ്പം നമ്മളൊരു ചെറിയ രീതിയിൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് ആണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്നൊരെണ്ണം, നാളെ 2 ദിവസം കഴിയുമ്പോൾ അടുത്തതാകുന്ന രീതിയിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ ചീരയാണിത്. ചീരയും നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ളത് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്.